ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഫസ്റ്റ് ഓഫ് ഓൾ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാലൻസ് ആയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുമ്പോൾ തിരിച്ച് മറുപടി പറയുന്ന വിധവും കൂടി നമ്മൾ പഠിച്ചായിരുന്നല്ലേ. ക്വസ്റ്റ്യൻസും പഠിക്കണം, അതുപോലെ തന്നെ ആൻസേഴ്സും പഠിക്കണം. അങ്ങനെ നമ്മളോട് ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് തിരിച്ച് മറുപടി പറയുവാൻ നമുക്ക് ആ വേഡ് അതിൻ്റെ ആപ്റ്റ് വേഡ് ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരാം. അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ ചെറിയ കുറച്ച് സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കമോൺ. ഓക്കെ, എന്തെങ്കിലും നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചു വരുമ്പോൾ നമ്മൾക്ക് ചോദിക്കാം മറ്റെന്തെങ്കിലും. അതിന് ചോദിക്കുന്ന വാക്കാണ് എനിത്തിങ് എൽസ്. എനിത്തിങ് എൽസ് എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും എന്നുള്ള വാക്കാണ് എനിത്തിങ് എൽസ്. അതുപോലെ നമ്മളോട് എല്ലാം കൂടെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും, പ്രൈസ് ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും അല്ലേ, എല്ലാം കൂടി മൊത്തം എന്തേരിയായെന്ന് അങ്ങനെ ഒരു ചോദിക്കും. മൊത്തം എല്ലാം കൂടെ വരുന്നതിന് നമ്മൾ പറയുന്നതാണ് ഓൾ ടുഗദർ എന്ന് പറയും. ഓൾ ടുഗദർ എന്ന് പറഞ്ഞാലോ, ഓൾ ടുഗദർ മീൻസ് എല്ലാം കൂടി. ഓൾ ടുഗദറിന്റെ മീനിങ് ആണ് എല്ലാം കൂടി. ഇതെല്ലാം നമുക്ക് തിരിച്ച് ചോദ്യം ചോദിക്കേണ്ടി വരും. നമ്മളോട് സംസാരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട വാക്കുകളാണ് ഇത് കേട്ടോ. ഇത് മറക്കാതെ നിർബന്ധമായും എല്ലാവരും പഠിച്ചു വെക്കണേ. ഓൾ ടുഗദർ എല്ലാം കൂടി. അതുപോലെ ഫോർ ദീസ് എന്ന് പറഞ്ഞാല് എന്താണ്? ഇതിനു വേണ്ടി. എന്നാൽ ഈ ഫോർ ദീസ് എന്നതിന് പകരം നമ്മള് ഫോർ ദീസിന്റെ സ്ഥാനത്ത് ബൈ ദീസ് എന്നാണെങ്കിലോ, ഈ ഫോറിന്റെ സ്ഥാനത്ത് ബൈ ആണെങ്കിലോ, ബൈ ദീസ് ആണെങ്കിൽ ഇതിന്റെ അർത്ഥം ഇതിന് അല്പം മാറിപ്പോകും. ഇതിനാൽ എന്നായി പോകും കേട്ടോ. ഇതിനു വേണ്ടി എന്ന് ഫോർ ദീസും ബൈ ദീസ് എന്ന് പറഞ്ഞാല് ഇതിനാൽ എന്നും അർത്ഥം വരും. അതുപോലെ തന്നെ നമ്മൾ ചോദിക്കുകയാണ് നൗ ആൻഡ് ദെൻ. നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന വാക്കുകളാണ് നൗ ആൻഡ് ദെൻ എന്ന് പറഞ്ഞാലോ, നൗ ആൻഡ് ദെൻ. ഇതിന്റെ വേർഡ് മീനിങ് നമ്മൾ നോക്കുന്നത് അല്ല. നൗ ആൻഡ് ദെൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീനിങ് വരുന്നത് വല്ലപ്പോഴും, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മൾ പറയല്ലേ, അതുപോലെ വല്ലപ്പോഴും എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് നൗ ആൻഡ് ദെൻ. അതുപോലെ ഐ തിങ്ക് സോ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതായിരുന്നു അല്ലേ, ഐ തിങ്ക് സോ. പക്ഷെ ഇത് സംസാരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് ഇത് വേണ്ടി വരും. അതുകൊണ്ടാണ് ഐ തിങ്ക് സോ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറയുന്നതിന് ഐ തിങ്ക് സോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു. ഐ ഡോണ്ട് തിങ്ക് സോ എന്നാണെങ്കിൽ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇവിടെ ഡോണ്ട് ഇട്ടാല് ആകും. ഇത് നമ്മൾ ഒന്ന് പറഞ്ഞായിരുന്നു, ഇത് പറഞ്ഞു വന്നതിന്റെ കൂടെ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ഇനി എനിത്തിങ് എൽസ് പറഞ്ഞു, ഇത് ഓൾ ടുഗദർ പഠിച്ചു. ഇനി മറ്റാരെങ്കിലും എന്ന് ചോദിക്കണം. മറ്റാരെങ്കിലും അതിനാണെങ്കിലോ ഈ എനിവൺ എൽസ് എന്ന് പറഞ്ഞ ഈ എനിത്തിങ് എൽസും പോലെ തന്നെ ആണ് എനിവൺ എൽസ് എന്ന് പറഞ്ഞാല് മറ്റെന്തെങ്കിലും എന്നത് ഒരു വസ്തുവിനെ കുറിച്ച് പറയുന്നതിനും എനിവൺ എൽസ് എന്ന് പറഞ്ഞാലോ മറ്റാരെങ്കിലും ഇതൊരു പേഴ്സണെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എനിവൺ എൽസ്, അതായത് മറ്റാരെങ്കിലും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറയുന്നതാണ്, നേരത്തെ പഠിച്ചായിരുന്നു നമ്മൾ. ഇതുപോലെ ഈ ആൻസേഴ്സ് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ഓഫ് കോഴ്സ്. ഇത് ഓഫ് കോഴ്സ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള വാക്കാണ്. പക്ഷെ ഇത് സംസാരിക മധ്യേ നമ്മൾ തിരിച്ച് മറുപടി ആയിട്ട് പറഞ്ഞേണ്ടതായിട്ട് വരുന്നതാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ട് അല്ലാതെ പോസിറ്റീവായിട്ട് അതിനോട് പ്രതികരിക്കുമ്പോൾ ഓഫ് കോഴ്സ്, തീർച്ചയായും ഞാനിത് ചെയ്തിരിക്കും എന്നുള്ള നമ്മൾ അങ്ങനെ പറയേണ്ടതാണ്. തീർച്ചയായും
ഓഫ് കോഴ്സ് എന്ന്. ഓഫ് കോഴ്സ്, തീർച്ചയായും. അതുപോലെ എന്നാൽ അതിനെ നെഗറ്റീവായിട്ടാണ് നമ്മൾ ഇതിനോട് പ്രതികരിക്കുന്നത് എങ്കിലോ നോ, ഇല്ല. നോ, നെവർ, ഇല്ല, ഒരിക്കലും ഇല്ല. ഇത് ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞായിരുന്നു നോ നെവർ ഇറ്റ് വിൽ ഹാപ്പൻ എന്ന്. അതൊരിക്കലും സംഭവിക്കുകയില്ല. അതുപോലെ നോ നെവർ എന്ന് പറഞ്ഞാൽ ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലുമില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് പറഞ്ഞ സംസാര മധ്യേ നമ്മൾക്ക് തിരിച്ചു പറയേണ്ടതായിട്ട് വരുന്ന ചില സിമ്പിൾ സെന്റൻസുകളാണ്. അതുപോലെ ആരെങ്കിലും വഴി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന വിധമുണ്ട്. വഴി ചോദിക്കുന്ന വിധം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. അതിന് മറുപടി പറയുന്നതായിട്ട് നമ്മൾ പറഞ്ഞു. അതുപോലെയൊക്കെയുള്ള സമയത്ത് നമുക്ക് മറുപടി പറയേണ്ടതായിട്ട് വരും അല്ലേ? അതിനുള്ള വാക്കുകളാണ് നമ്മളിപ്പോ ഉപയോഗിക്കുന്നത്. അന്നേരം നമ്മൾ പറയാ നേരെ പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ മതി എന്ന് പറയണം. അതെങ്ങനെ പറയും? നേരെ പോകുക എന്ന് പറയുന്നതിന് എങ്ങനെയാ പറയുന്നത്? ഗോ സ്ട്രെയിറ്റ്. ഗോ സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാല്, ഗോ സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാല് നേരെ പോകുക. ഗോ സ്ട്രെയിറ്റ് ആൻഡ്, എന്നിട്ടോ ഗോ സ്ട്രെയിറ്റ് ആൻഡ് ടേൺ ലെഫ്റ്റ്. ഗോ സ്ട്രെയിറ്റ് ആൻഡ് ടേൺ ലെഫ്റ്റ് എന്ന് പറഞ്ഞാലോ ഇതിന്റെ അർത്ഥം എങ്ങനെ വരും? ഗോ സ്ട്രെയിറ്റ്, നേരെ പോവുക, എന്നിട്ട് എങ്ങോട്ട് തിരിയണം? ഇടത്തേക്ക് തിരിയുക. ഗോ സ്ട്രെയിറ്റ്, നേരെ പോയിട്ട്, നേരെ പോയി, നേരെ പോയിട്ട് ഇടത്തോട്ട് തിരിയുക. ഇടത്തോട്ട് തിരിയുക. ഇടത്തോട്ടാ തിരിയുണ്ടെങ്കിൽ ഇടത്തോട്ടെന്ന് പറയണം. അല്ലെങ്കിൽ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് നേരെ നടക്കാനാണ് നേരെ തിരിച്ചു പറഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ നമുക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ കുറെ കാര്യങ്ങള് നമുക്ക് നമ്മുടെ കയ്യിൽ പദസമ്പത്തായിട്ട് ഉണ്ടായിരിക്കണം. എന്നാലേ ഇങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ മാത്രമല്ല, നമ്മളോട് ചോദ്യം ചോദിക്കുന്നവരോട് മറുപടി പറയുന്ന വിധം കൂടിയാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നേരെ പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞപ്പോഴേക്കും നമുക്ക് വഴി തെറ്റി. വഴി തെറ്റിയെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? നമുക്ക് പറയാം വി ലോസ്റ്റ് അവർ വേ. വി ലോസ്റ്റ് അവർ വേ എന്ന് പറഞ്ഞാലോ, വി ലോസ്റ്റ് അവർ വേ മീൻസ് ഞങ്ങൾക്ക് വഴി തെറ്റി. ഞങ്ങൾക്ക് വഴി തെറ്റി. തിരിച്ചു വന്നിച്ച് പറയാണ് ഞങ്ങൾക്ക് വഴി തെറ്റി. അന്നേരം ക്യാൻ യു ഹെൽപ്പ് മീ, ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് സഹായിക്കാമോ എന്ന്. അന്നേരം നമ്മൾ പറയാം ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അത് എങ്ങനെയാ പോകണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞതല്ലായിരുന്നോ? പറഞ്ഞിട്ടില്ലേ? എങ്ങനെയാണ് ചോദിക്കുന്നത്? ഞാൻ നിങ്ങളോട് ഹാവിൻറ്റ് ഐ ടോൾഡ് യു. ഹാവിൻറ്റ് ഐ ടോൾഡ് യു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്ന്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് വഴി തെറ്റി എന്ന് പറഞ്ഞിട്ട് വരുമ്പോ ഹാവിൻറ്റ് ഐ ടോൾഡ് യു, എന്നിട്ട് അതിന് വേറെ നമുക്ക് രീതിയിൽ പറഞ്ഞു കൊടുക്കാം. ഹാവിൻറ്റ് ഐ ടോൾഡ് യു. ദെൻ നെക്സ്റ്റ് ഇതുപോലെ നമ്മൾ വഴി പറഞ്ഞു കൊടുത്തു. അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാതെ വരുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാം ഇന്നലെ ഇവിടെ മഴ പെയ്തോന്ന്. എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇന്നലെ ഇവിടെ മഴ പെയ്തോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ സാധാരണ എല്ലാരോടും ചോദിക്കുന്നതാണ്. ഇന്നലെ ഇവിടെ മഴ പെയ്തോ? ഡിഡ് ഇറ്റ് റെയിൻ യെസ്റ്റർഡേ? ഡിഡ് ഇറ്റ് റെയിൻ യെസ്റ്റർഡേ എന്ന് ചോദിച്ചാലോ ഇന്നലെ മഴ പെയ്തോ? ഇന്നലെ മഴ പെയ്തോ? ഇന്നലെ മഴ പെയ്തോ എന്ന് ചോദിക്കും. ഡിഡ് ഇറ്റ് റെയിൻ യെസ്റ്റർഡേ? അന്നേരം നമുക്ക് മറുപടി പറയുന്നതാണെങ്കിലോ യെസ് ഇറ്റ് റെയിൻഡ്. യെസ് ഇറ്റ് റെയിൻഡ് എന്ന് പറഞ്ഞാല് ഇന്നലെ മഴ പെയ്തു. അപ്പം ഇന്നലെ തന്നെ ഇത് ഇന്നലെ പെയ്തോ എന്ന് ചോദിച്ചു. ഇന്നലെ യെസ് ഇറ്റ് റെയിൻഡ്. യെസ് ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ. ഇന്നലെ മഴ പെയ്തു. യെസ്റ്റർഡേ, ഇന്നലെ മഴ പെയ്തു. അതുപോലെ ഇന്ന് മഴ പെയ്തേക്കാന്നാണെങ്കിലോ ഇറ്റ് മേ റെയിൻ
ടുഡേ എന്ന്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിക്കുവാനും പറയുവാനും കൂടി നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഉള്ളിൽ നമ്മൾ അടിച്ചു വെച്ചതിന് ശേഷം, നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്തതിന് ശേഷം ഒരാളോട് സംസാരിക്കുവാൻ തുടങ്ങുക. സംസാരിച്ചതിന് മറുപടി പറയുവാനും കൂടി തുടങ്ങുക. ഓക്കെ, നമുക്കിനിയും പരസ്പരം സംസാരിക്കാൻ തുടങ്ങേണ്ട സമയം ഇതിനാൽ അതിക്രമിച്ചിരിക്കുന്നു. അതിനാൽ നമുക്ക് ലെറ്റ് സ്റ്റഡി ആസ് early as possible, as much we can. Okay, see you in the next class. Let's wait for the next class. Okay, till then, bye.